പ്രീസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ വർഷവും 31-ാം തീയതി, അതായത് ഡിസംബർ 31-ാം തീയതി മുഴുരാത്രി പ്രാർത്ഥനയുടെ രാത്രി 12 മണി കഴിഞ്ഞ് ആരാധന കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം 1 മണി 1:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള വചനങ്ങൾ ഒരു കാർഡിൻ്റെ രൂപത്തിൽ എടുക്കുവാനായിട്ട് ഒരു രീതിയുണ്ട്, എടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് കടന്നു വന്ന് അന്നത്തെ കാണിക്ക ഒരു ഫ്രണ്ടിലൊരു ബോക്സിലാണ് ഇടുന്നത്. മിക്ക ചർച്ചകളിലും അത് കാണുമല്ലോ, കാണിക്ക മേശപ്പുറത്ത് വയ്ക്കുന്നത്. ആ രീതിയിൽ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ബോക്സിലാണ് ഇടുന്നത്. അതിൻ്റെ അടുത്ത് ഇങ്ങനെ കാർഡ് എടുക്കാനായിട്ട് രണ്ട് വശത്തും വെച്ചേക്കും. അങ്ങനെ എല്ലാ വർഷവും ഓരോരുത്തർ കടന്നു വരുന്നവർ ആ കാർഡ് എടുത്തിട്ട് ആ കാർഡിനെ ധ്യാനിച്ച് അവരുടെ ജീവിതത്തിൽ ആ വർഷക്കാലം ആ കാർഡിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരമായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം മുഴുരാത്രി പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് ലഭിച്ചതായ വചനമാണ്, നിന്റെ ദൈവമായ യഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. ആവർത്തനം 15-18 വാക്യം. നിന്റെ ദൈവമായ യഹോവ നീ ചെയ്യുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ പരിശോധിക്കുമ്പോൾ എന്നെ കർത്താവ് അത്ഭുതകരമായാണ് വഴി നടത്തിയത്. പിന്നോട്ട് നോക്കുമ്പോൾ ഈ വചനപ്രകാരമാണ് എന്നെ ദൈവം നടത്തിയത്. ഞാൻ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചുവോ, ഏതൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പ് വച്ചോ, അതെല്ലാം ദൈവം എനിക്ക് അനുഗ്രഹിച്ചു തരുവാനിടയായി തീർന്നു. പല കാര്യങ്ങൾക്കും ഞാൻ കഴിഞ്ഞ വർഷം ഇറങ്ങുവാനായിട്ട് ഇടയായി. ശുശ്രൂഷ സംബന്ധമായിട്ടും അല്ലാതെ എൻ്റെ ഭൗതികമായ കാര്യങ്ങളായിട്ടും ഒക്കെ ഞാൻ ഇറങ്ങിയപ്പോൾ ദൈവം എന്നെ ഈ വചനപ്രകാരം എന്നെ നയിക്കുവാനിടയായി തീർന്നു. അങ്ങനെ പലർക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ മകനും 31-ാം തീയതി അവൻ സാക്ഷ്യം പറയാനിടയായി. അവനെ ദൈവം കാക്കുമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞായിരുന്നു, അവനൊരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു എന്ന്. ഞാൻ 31-ാം തീയതിയുള്ള എൻ്റെ ഒരു സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, അവനും എൻ്റെ മോക്കും ഞങ്ങൾക്ക് ദാനമായി ദൈവം തന്ന 2 മക്കൾക്കും ഒരു വലിയൊരു അപകടം സംഭവിക്കുകയും ദൈവം ഒരു പോറൽ പോലും പറ്റാതെ അവരെ കാത്തു പരിപാലിച്ചു. ദൈവത്തിൻ്റെ തങ്കച്ചിറവിൻ മറവിൽ അവരെ മറച്ചു എന്നുള്ളത്. അവൻ പറഞ്ഞു, അവന് ലഭിച്ച വാഗ്ദത്ത വചനം അതായിരുന്നു, അവനെ കാക്കുമെന്നുള്ളത്. ദൈവം അവരെ ഭദ്രമായി കാത്തു. അങ്ങനെ പലർക്കും ലഭിച്ചതായ വചനം അവർ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനപ്രകാരം അവരെ വഴി നടത്തുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞു, ചില വചനങ്ങൾ നമ്മെ വഴി നടത്തും, ചില വചനങ്ങൾ നമ്മെ ജീവിപ്പിക്കുമാറാക്കും എന്നൊക്കെ ഞാൻ പറയുവാനിടയായി. ഇത് 2025 എനിക്ക് ലഭിച്ചതായ വചനമാണ്. അങ്ങനെ ഈ വർഷവും അതുപോലെ മറ്റൊരു വചനം ലഭിക്കുവാനിടയായി. ആ വചനപ്രകാരവും ദൈവം എന്നെ അത്ഭുതകരമായി ഈ 2026 നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 1-ാമത്തെ ആഴ്ച ഞങ്ങളുടെ ബ്രാഞ്ച് ചർച്ചായ, അതായത് സിറ്റി ചർച്ചിൽ, തിരുമലയുള്ള ഞങ്ങളുടെ ചർച്ചിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു.
നീ ഈ ഡിസംബർ മാസം 18 മുതൽ ജനുവരി 25 വരെ ഫാസ്റ്റിംഗ്, ഫുൾ ടൈം ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് ദൈവം എന്നോട് ഇടപെടുവാനിടയായി തീർന്നു. പക്ഷേ എനിക്ക് യേശു കർത്താവ് 40 ദിവസം എടുത്തതുപോലെ 40 ദിവസം എടുക്കുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ദൈവത്തെക്കാൾ ഒന്ന് കുറഞ്ഞ് ഇരിക്കണം, ദൈവത്തോടൊപ്പവും ദൈവത്തെ കവിഞ്ഞും ഇരിക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിൽ നിന്ന് അല്പം നമ്മൾ താന്നു തന്നെ ഇരിക്കണമെന്ന് ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തിൽ നിന്ന് നാം താന്നു തന്നെ ഇരിക്കണം. ഞാൻ അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അത് 40 ദിവസമല്ലേ? എന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്ത് അത് ഡേറ്റ് എണ്ണി നോക്കിയപ്പോൾ 39 ദിവസം. ദൈവം എന്നെ ഈ വർഷം 39 ദിവസം ഫുൾ ടൈം ആഹാരം മാറ്റിവെച്ച് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ആ ഉപവാസം തുടങ്ങുന്നതിന് മുന്നേ ദൈവം എന്നോട് വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ വചനം ധ്യാനിക്കുമ്പോഴും ഒക്കെ ദൈവം പല ശബ്ദങ്ങൾ എന്നോട് ഇടപെടുവാനിടയായിത്തീർന്നു. അതേ വാഗ്ദത്തം ഞങ്ങളുടെ ചർച്ചിൻ്റെ വാഗ്ദത്തമാക്കി എൻ്റെ ഹസ്ബൻഡിലൂടെ ദൈവം സംസാരിക്കുവാനിടയായിത്തീർന്നു. അത് മാത്രവുമല്ല, കഴിഞ്ഞ 1-ാം തീയതി മുതൽ, അതായത് ജനുവരി മാസം 1-ാം തീയതി മുതൽ ചർച്ചിൽ 25 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ ആരംഭിച്ചു. അവിടെ വൈകുന്നേരങ്ങളിൽ പല ദൈവദാസന്മാരും കടന്നു വരുവാനിടയായി. ഓരോ ദൈവദാസന്മാരും കടന്നു വന്നിട്ട് ദൈവം എന്നോട് എന്താണോ വ്യക്തിപരമായി സംസാരിച്ചത് അത് തന്നെ വിളിച്ചു പറയുവാനും എന്നെ ചൂണ്ടി ഈ ചർച്ചിലെ ദൈവദാസിയോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുവാനിടയായിത്തീർന്നു. ദൈവം അത് ഒരിക്കൽ കൂടി ദൈവം എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ദൈവം മറ്റു വ്യക്തികളിലൂടെ, മറ്റു ദൈവഭക്തന്മാരിലൂടെ, എൻ്റെ ഭർത്താവിലൂടെ ഒക്കെ ദൈവം ഉറപ്പിച്ചു തരുവാനിടയായിത്തീർന്നു. ഡിസംബർ മാസം 18-ാം തീയതി ഫാസ്റ്റിംഗ് ഞാൻ ആരംഭിച്ചപ്പോൾ 2 ദിവസം ഉപവസിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോഴും ഞാൻ പിശാചിനോട് പറഞ്ഞു, നീ എന്തൊക്കെ പ്രതികൂലം എന്നെ മുമ്പിൽ കൊണ്ടിട്ടാലും, എന്നെ കിടത്തിയാലും ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. ഞാൻ കിടന്നുകൊണ്ട് ഫാസ്റ്റിംഗ് എടുക്കും, കിടന്നുകൊണ്ട് ഞാൻ വചനം ധ്യാനിക്കും, കിടന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കും എന്ന് പറയുവാനിടയായി. 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ പൂർണ്ണമായിട്ടും ഫ്രീ ആയി. പിന്നെയും പിശാച് എന്നെ പരീക്ഷിച്ചു. 31-ാം തീയതി മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് എനിക്ക് ചർച്ചിൽ പോകുവാൻ പോലും സാധിക്കുമോ എന്ന് ഞാൻ ചിന്തിക്കത്തക്ക രീതിയിൽ എനിക്ക് പ്രയാസം കടന്നു വരുവാനിടയായി. ഒരു 10, 10:30, 11 മണി പകൽ സമയം ആയപ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരം കുഴയുവാനും എൻ്റെ കാലുകൾ തളരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവാനും ഇടയായി. കാരണം അന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ സാധാരണ ഞാൻ എവിടെ പോയാലും വെള്ളം കയ്യിൽ കരുതും. അന്ന് വെള്ളം എടുക്കാൻ വിട്ടുപോയി. പക്ഷേ ആ പോയ സ്ഥലത്തുനിന്ന് വെള്ളമൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. പക്ഷെ എനിക്ക് എന്തോ ആ ഒരു ശക്തി ലഭിക്കാത്തതുപോലെ പിശാച് എന്നെ തകർത്ത് എന്നെ കിടത്തും, എനിക്ക് എണീക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ ആക്കുമെന്ന് എനിക്ക് തോന്നുവാൻ തുടങ്ങി. പക്ഷെ ഞാൻ അവിടെ ഇരുന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത് നിന്ന ഒരു കുട്ടിയോട് പറഞ്ഞു, എനിക്ക് മോനെ ഒരു 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ ഒരു ഡ്രിങ്ക്സ് മേടിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. ആ മോൻ പെട്ടെന്ന് ചെന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് ഇച്ചിരിയെ കുടിച്ചോളൂ, ഫുള്ള് കുടിച്ചില്ല, ഇച്ചിരിയെ കുടിച്ചോളൂ. ചെറിയ ആശ്വാസം ലഭിച്ചു. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെയും ശരീരം വിറയ്ക്കുവാനും തളർന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയി. ഞാൻ കരുതി
കഴിയത്തില്ല. ചർച്ചിൽ 8 മണിക്ക് ആരാധന തുടങ്ങി. ഞാൻ റെഡിയായി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 1 മണിക്കൂർ കിടന്നു. നല്ലതായിട്ട് ഉറങ്ങിയില്ല, ചെറുതായിട്ടൊന്ന് ഉറങ്ങി, വിശ്രമിച്ചു. എഴുന്നേറ്റ് റെഡിയായി. ഹസ്ബൻഡ് ആഹാരമൊക്കെ കൊടുത്തു. 6:45 ഹസ്ബൻഡ് ആഹാരം കൊടുത്തു. കഴിച്ചിട്ട് പുള്ളിക്കും റെഡിയായി. 8 മണിക്ക് ആരാധനയ്ക്ക് ഞങ്ങൾക്ക് കയറാം. എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ശരീരം തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കാലുകൾ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിശാചിനോട് മനസ്സിൽ പറയുവാൻ തുടങ്ങി, പിശാച്, നീ എന്നെ എത്ര ഒതുക്കാൻ നോക്കിയാലും ഞാൻ ഈ ഉപവാസം ജനുവരി 25 വരെയും ഞാൻ കണ്ടിന്യൂ ചെയ്യും. ഇന്ന് ഞാൻ ആലയത്തിൽ പോകും. ആലയത്തിൽ പോയി ഞാൻ ശക്തമായിട്ട് ആരാധിക്കും എന്ന് ഞാൻ പറയുവാനിടെ അവിടെ ആരാധിക്കുകയും പാട്ടുകൾ പാടുകയും വർഷിപ്പ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴെല്ലാം അവിടെ എനിക്ക് അനങ്ങാൻ വയ്യ. പക്ഷേ ഞാൻ പിശാചിന് തോറ്റു കൊടുക്കാതെ അവിടെ ഞാൻ നൃത്തം ചെയ്യുവാനും ആരാധിക്കുവാനും ഒക്കെ തുടങ്ങി. കഴിഞ്ഞ വർഷം പിശാച് ഒരു തന്ത്രമെടുത്തു. എനിക്ക് അങ്ങനെ ആരാധിക്കാൻ പറ്റില്ല. ഞാൻ കൂടുതൽ അനങ്ങാതെ നിന്നാണ് ഞാൻ കഴിഞ്ഞ വർഷം ആരാധിച്ചത്. പക്ഷേ ഈ വർഷം പണ്ട് ഞാൻ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതുപോലെ എൻ്റെ കാലുകൾ തളർന്നു പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ തളർച്ചയെല്ലാം മതിമറന്ന് എനിക്ക് ആരാധിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ ആരാധനകൾ കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് നൽകിയ, അതായത് ഈ വർഷം മുഴുവൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവേണ്ട ആ ഒരു വാക്യം, അത് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്താണെന്ന്. ആ വചനം ദൈവം എനിക്ക് നടത്തുമ്പോൾ ഇതുവരെയും ഉള്ളതിനേക്കാൾ നന്മയാക്കി ദൈവം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആ വചനങ്ങളിലൂടെ, ദൈവം നമുക്ക് നൽകുന്ന വചനത്തിലൂടെ നാം വചനത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ആ വചനങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങളാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ് ആ വചനം എന്ന് പറയുന്നത്. ആ വചനത്തിലൂടെ ദൈവം നടത്തുവാനിടയായിത്തീരും. അതുപോലെ നിങ്ങൾക്കും പല വചനങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അത് മനസ്സിൽ വെച്ച് ധ്യാനിക്കുക. ആ വചനപ്രകാരം നിങ്ങളെ വഴി നടത്തുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുക. കഴിയുന്നവർ ഫാസ്റ്റിംഗ് എടുക്കുവാൻ കഴിയുന്നവർ ഫാസ്റ്റിംഗ് എടുക്കുക. എല്ലാ ദിവസവും ആ വചനം ഓർത്ത് ധ്യാനിക്കുക. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയതായ ഈ വചനം, ആ വചനം പറഞ്ഞ് ദൈവമേ ആ വചനപ്രകാരം എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ ആ വചനപ്രകാരം നമ്മെ വഴി നടത്തുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ദൈവം നിങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിച്ചതായ വചനപ്രകാരം ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.